23-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ വളരെ വിശദമായി ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. അവന്റെ അടിപിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഗെത്സമനാ തോട്ടത്തില് തന്റെ അന്ത്യ അത്താഴത്തിന് ശേഷം യേശു പോയി പ്രാർത്ഥിച്ചു. പ്രാണവേദനയോടെ പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാണ്. യേശുവിന്റെ വിയർപ്പ് തുള്ളികള് രക്തത്തുള്ളികളായി മാറി. അദ്ദേഹം വളരെയധികം പ്രാണവേദനയിലായി. തന്റെ പ്രിയ സ്നേഹിതൻ യൂദ കടന്നു വന്ന് തന്നെ പടയാളികൾക്ക് കാണിച്ചു കൊടുത്തു. വ്യാഴാഴ്ച രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. ആ സമയം മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ വളരെയധികം പീഡകള് കർത്താവ് ഏൽക്കേണ്ടതായിട്ട് വന്നു. തന്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും പറയുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് തന്നെ തള്ളി പറഞ്ഞു. പടയാളികള് ചാട്ടവാറ് കൊണ്ടടിച്ചു, മുഖത്ത് തുപ്പി, തലയില് മുൾക്കിരീടം ധരിപ്പിച്ചു. നീതിമാനായിട്ടും തന്നെ ക്രൂശിക്കുകയും കൊലപാതകനായ ബർബാസിനെ വിട്ടുകൊടുക്കുകയും ചെയ്തു. 2 കള്ളന്മാരുടെ നടുവിലായി യേശുവിനെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ തന്നെ എണ്ണപ്പെടും എന്നുള്ള തിരുവെഴുത്ത് ഇതിനാൽ പൂർത്തീകരിക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾ മോചിക്കുവാനാണ് കർത്താവ് ഈ കഷ്ടതകൾ എല്ലാം സഹിച്ചതെന്ന് നമ്മൾ മറന്നു പോകരുത്. കർത്താവ് തന്റെ ജീവൻ നൽകി നമ്മളെ വീണ്ടെടുക്കുകയായിരുന്നു. വളരെയധികം പീഡകളാണ് കർത്താവേറ്റത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഗദ്ദാഫി എന്ന് പറയുന്ന ലിബിയയുടെ പ്രസിഡന്റിനെ ആ വിമോചന പോരാളികള് പിടിച്ചെടുക്കുകയും അദ്ദേഹത്തെ അതിക്രൂരമായി, അദ്ദേഹം എന്ത് തന്നെ നീചപ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും അദ്ദേഹത്തെ അതിക്രൂരമായി കൊല്ലുന്നത്, അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പി അദ്ദേഹത്തിന്റെ ശവശരീരത്തോട് പോലും വേണ്ട റെസ്പെക്ട് കൊടുക്കാതെ ഒരു മാർക്കറ്റില് ഒരു ഫ്രീസറിൽ കൊണ്ടുപോയി വിൽക്കുകയും ഒക്കെ ചെയ്തു. നമ്മളെല്ലാവരും നമ്മളിൽ പലരും അത് TV-യിൽ കൊടുക്കുകയും കാണുവാനായിട്ട് ഇടയായി. ആ സമയം ഞാൻ ചിന്തിച്ചു, നമ്മുടെ കർത്താവിനെ എത്രയോ ക്രൂരമായിട്ടാണ് അവര് ചെയ്ത പീഡനങ്ങൾ. കഴിഞ്ഞ 2 മാസം മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തില് ഒരു ചിത്ര പ്രദർശനം നടത്തി. അതില് ക്രൂശിതനായ യേശുവിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു, യേശുവിനെ ഞങ്ങൾ ഒരു വലിയ വിപ്ലവകാരിയായി കാണുന്നു. യേശു 2000 വർഷം മുമ്പ് ക്രൂശിതനായി മരിച്ചു എന്നുള്ളതിന് ആർക്കും സംശയമില്ല. എന്നാൽ യേശു ദൈവപുത്രനാണ് എന്നുള്ള സത്യമാണ് ചിലർ വിശ്വസിക്കാത്തത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് ഒരു സംശയമില്ലാതെ പറയുവാൻ കഴിയും, യേശു ദൈവപുത്രനാണ്. യേശുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് മോശയും പ്രവാചകന്മാരും യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, ക്രൂശ് മരണത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. കർത്താവിന്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. യോഹന്നാന്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ സ്നാപക യോഹന്നാന് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു, ഇവൻ ദൈവപുത്രനാണെന്ന്. അതുപോലെ തന്നെ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണെന്ന്. യേശു ദൈവപുത്രൻ എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തെയും സാന്നിധ്യത്തെയും അനുഭവിച്ച് അറിയുവാന് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തില് ആദ്യത്തെ സ്ഥാനം കർത്താവിന് കൊടുക്കണം. പ്രാർത്ഥനയിലൂടെ നിരന്തരം കർത്താവുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. കർത്താവല്ലാതെ മറ്റൊരു രക്ഷകനുമില്ല. ഇപ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം എന്താണ്?
ഏഷ്യാനെറ്റിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് മരണാനന്തരം എന്നുള്ള ഒരു സീരിയൽ റിപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. പലർക്കും സംശയമാണ് പുനരുദ്ധാനം ഉണ്ടോ എന്ന്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് സദൂക്യർ പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദൂക്യർ യേശുവുമായിട്ട് പുനരുദ്ധാനത്തെ കുറിച്ച് തർക്കിക്കുന്നത് കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ് ഇത് കാണുന്നത്. യേശു സദൂക്യരോട് പറഞ്ഞു, പുനരുദ്ധാനത്തില് മനുഷ്യൻ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. അവിടെ യേശു അവർക്ക് തെളിയിച്ചു കൊടുത്തു, മരണത്തിന് ശേഷം പുനരുദ്ധാനമുണ്ട്. അതിനുശേഷം യേശു പറഞ്ഞു, യഹോവയായ ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദാവീദിന്റെയും ദൈവമാണ്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല. അതിലൂടെ ദൈവം തെളിയിച്ചു അബ്രഹാമും ഇസഹാക്കും യാക്കോബും പർദീസയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസമാണ് പരിശുദ്ധ സഭ നമ്മളെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ മരിച്ചുപോയവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ പാർപ്പിക്കണമെന്ന്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം നിത്യജീവൻ ലഭിക്കും. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിത്യ നരകം ലഭിക്കും. എങ്ങനെ നിത്യജീവൻ ലഭിക്കുമെന്ന് നമുക്ക് വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി വളരെ ചുരുക്കമായിട്ട് ഒന്ന് ചിന്തിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വചനം നന്നായി പഠിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. വചനം നന്നായി മനസ്സിലാക്കുവാൻ മാത്രമേ പാപം ചെയ്യുവാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതിന് നല്ലൊരു എക്സാമ്പിള് പിശാച് യേശുവിനെ പരീക്ഷിക്കുന്ന സമയത്ത് കാണാം. പിശാച് യേശുവിനോട് പറഞ്ഞു, എന്നെ നീ നമസ്കരിക്ക, സകല രാജ്യവും നിനക്ക് ഞാൻ തരാം. കർത്താവ് യേശു ഉത്തരം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, പലപ്പോഴും പാപങ്ങളിൽ അകപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ വേദപുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ തെറ്റ് മനസ്സിലാക്കുവാനും ആ തെറ്റിൽ നിന്ന് ഓടി മറിയുവാനുമായിട്ട് സാധിക്കും. നമുക്കറിയാം, യോസേഫിന് പലതരത്തിലുള്ള പാപങ്ങളിൽ പെടാനായിട്ടുള്ള അവസരങ്ങളുണ്ടായി. ആ കൊത്തിഫേറിന്റെ ഭവനത്തില് ആ പാപത്തിൻ്റെതായ അവസ്ഥ കടന്നു വന്നപ്പോൾ യോസേഫ് തിരുവെഴുത്തുകളെ കുറിച്ച് ചിന്തിച്ച് അവിടെ നിന്നും ഓടിപ്പോവുകയും കർത്താവിനെ വലിയ ഫറവോന്റെ മന്ത്രിയാക്കുകയും ചെയ്തു. അപ്പോൾ തിരുവെഴുത്തുകൾ നാം നന്നായി പഠിക്കണം. വിശുദ്ധ വേദപുസ്തകം നാം നന്നായി പഠിച്ച് അതിന്റെ വാക്യങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പാപങ്ങളിൽ നിന്ന് ഉള്ള മോചനവും അതുപോലെ പാപം ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുകയും. അവിടുന്ന് ക്രൂസിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിച്ചവരെ ക്ഷമിച്ചു. കർത്താവ് അവസാനം പ്രാർത്ഥിച്ചു, എന്റെ ദൈവം ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ വേദനയുടെ സമയത്ത് പോലും തന്റെ ശത്രുക്കളോട് അദ്ദേഹം ക്ഷമിച്ചു. ആ ഒരു മാതൃക ക്രിസ്ത്യാനികളായ നാം എല്ലാവരും പിന്തുടരേണ്ടതാണ്. അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന്. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമുക്കായി തന്നെ ജീവിതം തന്ന് ആ ക്രൂശിലെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ മോചിച്ചു തന്നു. സ്നേഹമുള്ളിടത്ത് ഭിന്നതയും തർക്കവുമില്ല. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, പക, പിണക്കം, ക്രോധം, ഭിന്നത, പരദൂഷണം, അസൂയ, മദ്യപാനം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ക്രോധം, ഭിന്നത, പക, പിണക്കം, പരദൂഷണം, അസൂയ, മദ്യപാനം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഒരിക്കൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് ഒരു മിഷണറി ചോദിച്ചു, എങ്ങനെ നമുക്ക് കൂടുതൽ ആൾക്കാരെ ക്രിസ്ത്യാനികളാക്കാം? ഗാന്ധിജി വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് നന്നായി പഠിച്ചയാളായിരുന്നു. ഗാന്ധിജി പറഞ്ഞു,
എന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള നിങ്ങൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് കൂടുതൽ പേരെ ക്രിസ്ത്യാനികളായി തീർക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, കർത്താവ് നമ്മെ പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കുവാനാണ്. അവിടുന്ന് പറഞ്ഞു, നീ യാഗപീഠത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ, നീ യാഗം കഴിക്കുവാൻ വരുമ്പോൾ നിന്റെ സഹോദരനുമായി നിരപ്പ് പ്രാപിച്ചിട്ട് വേണം വരുവാൻ. നമ്മൾ ഇപ്രകാരം പ്രഭാത പ്രാർത്ഥനയിൽ പാടുന്നുണ്ട്. ഇടമുറിയാതെ സ്തുതിച്ചിടും വാനവസേനകളോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് അർഹതയേണമേ. പരിശുദ്ധ ദേവാലയം ഭൂമിയിൽ സ്വർഗത്തിന്റെ മാതൃകയാണ്. നാം പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലാണ് നാം നിൽക്കുന്നത്. വിശുദ്ധിയോടുകൂടി വേണം നമ്മൾ പരിശുദ്ധ ദേവാലയത്തിലേക്ക് വരേണ്ടത്. ദൈവത്തെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ മുഖാമുഖം കാണുവാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാനയിലും പള്ളിയിലും സംബന്ധിക്കുന്നത് കൊണ്ട് നമുക്ക് അത് അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. നിത്യജീവന അവകാശികൾ ആകണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കണം. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ കർത്താവിന്റെ ക്രൂശോടുകൂടി നമ്മുടെ പാപങ്ങളെ ആ ക്രൂശിൽ തറച്ചിട്ട് ഒരു പുതിയ സൃഷ്ടിയായി മാറണം. എങ്കിൽ മാത്രമേ ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിൽ പങ്കെടുത്തത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഈ ദിവസം സഭ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ പുതുക്കുവാനായിട്ടാണ്. ആ ഒരു പുതിയ സൃഷ്ടിയായി നാം മാറുകയും നാം വചനം അനുസരിച്ച് നമ്മുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് വരുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരുവാനുള്ള സമയം ആരും അറിയുന്നില്ല. എന്നാൽ ചിലരൊക്കെ പ്രവചിക്കുകയുണ്ടായി, ഈ വരുന്ന ഡിസംബർ 21-ാം തീയതിയോ മറ്റോ ലോകം അവസാനിക്കുമെന്ന്. എന്നാൽ അന്ന് ഏതായാലും ലോകം അവസാനിക്കുകയില്ല. ഒരുപക്ഷെ അതിനു മുൻപോ അതിനുശേഷമോ അവസാനിച്ചേക്കാം. കാരണം കർത്താവ് പറഞ്ഞു, ആ ദിവസത്തെ കുറിച്ച് പുത്രനും അറിയുന്നില്ല, തന്റെ പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. എന്നാൽ കർത്താവ് ലോകാവസാനത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, ഭൂമിയിലെ എല്ലാ ഭാഗത്തും സുവിശേഷം പ്രസംഗിക്കപ്പെടും. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മാർപ്പാപ്പ ക്യൂബ സന്ദർശിക്കുന്നത് TV-യിലൊക്കെ കാണുവാനായിട്ട് ഇടയായി. 1960-കളില് ക്യൂബയില് നമ്മുടെ ക്രിസ്ത്യാനി സമൂഹം ഒന്നുമില്ലായിരുന്നു. ക്രിസ്ത്യാനികളെ വളരെയധികം പീഡകളായ സ്ഥലമാണ് അവിടെ. എന്നാൽ ഇന്ന് ആദ്യമായിട്ട് ക്യൂബയിൽ നിന്ന് അവധി കൊടുത്തിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ സന്ദർശനവും അവിടെ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ക്രിസ്ത്യാനികൾക്ക് അംഗത്വം കൊടുക്കുവാനും ഒക്കെ അത് തീരുമാനമായി. അപ്പോൾ നാം മനസ്സിലാക്കണം, ഭൂമിയിൽ എല്ലാ ഭാഗത്തും സുവിശേഷം എത്തും എന്നുള്ള കർത്താവിന്റെ പ്രവചനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂരദേശത്തോടും ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ നാം എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്താവ് വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. കർത്താവ് ഒരുക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കണം. അതിന് ദൈവം നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്കിവിടെ ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ജോസച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഒരു 15 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. അതിനുശേഷം സ്ലീവ വന്ദനത്തെ ശുശ്രൂഷ ആരംഭിക്കും.